പ്രിയപ്പെട്ടവരെ നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒന്ന് രണ്ട് CPM-ന്റെ ഇടപെടലുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഉത്സവകാലമാണ്, ക്ഷേത്രങ്ങളിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ ഗാനമേള നടന്നപ്പോൾ CPM-കാർ പുഷ്പനെ അറിയാമോ എന്നുള്ള ഗാനം അവിടെ പാടിക്കുകയും CPM-ന്റെ സമര ജ്വാലകളെ കുറിച്ചുള്ള വീഡിയോകൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പുഷ്പനെയറിയാമോ ഞങ്ങളുടെ പുഷ്പനെയറിയാമോ സഖാവിനെയറിയാമോ വാരണകാരിയാമോ പുഷ്പനെയറിയാമോ ഞങ്ങളുടെ പുഷ്പനെയറിയാമോ സഖാവിനെയറിയാമോ വാരണകാരിയാമോ. ഇതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂർ തലശ്ശേരിയിൽ ക്ഷേത്രത്തിന്റെ ഘോഷയാത്ര വരുന്ന സ്ഥലങ്ങളിലേക്ക് CPM-ന്റെയും DYFI പ്രവർത്തകരും കടന്നു ചെന്ന് ഈക്വിലാം സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളൊരു കാര്യം, കേരളത്തിൽ ഒരു തുടർഭരണം ലഭ്യമാകണമെങ്കിൽ മതേതര വോട്ടുകൾ, മതേതര മനസ്സുകൾ വിഘടിക്കുകയും അടുത്ത തവണ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും കിട്ടേണ്ടുന്ന വോട്ടുകൾ BJP-യിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് നടത്തുന്ന ഒരു ഇടപെടലുകളാണ്. ഇവർ എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ മാത്രം ഇത്തരം ഇടപെടലുകൾ നടത്തുന്നത്? എന്തുകൊണ്ട് ഏതെങ്കിലും നബിദിന റാലിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മതപ്രസംഗ വേദിയിലോ അവർ കടന്നു ചെല്ലാത്തത്? എന്തുകൊണ്ടാണ് ക്രൈസ്തവ ദേവാലയങ്ങളിലെ നോമ്പ് പെരുന്നാളിനും റാസയ്ക്കുമൊന്നും DYFI പ്രവർത്തകർ പോയി ഈക്വിലാം സിന്ദാബാദ് മുദ്രാവാക്യം മുഴക്കാത്തത്? അതായത് കേരളത്തിൽ ബഹുഭൂരിഭാഗം വരുന്ന, കേരളത്തിലെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന, മതേതര മനസ്സിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഹിന്ദു സഹോദരന്മാർക്ക് അവിടെ BJP-യിലേക്ക് ചെല്ലുന്നതിന് വേണ്ടി, BJP ഒരു ഇടപെടൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി, BJP-യിലേക്ക് ഒന്ന് അടുക്കുന്നതിന് വേണ്ടി, BJP-ക്ക് ഇറങ്ങി ഒന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി വെട്ടിക്കൊടുക്കുകയാണ് CPM പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി പല തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിലുള്ള അന്തർധാരകൾ CPM-ഉം BJP-യും നടത്തിയതിന്റെ ഒരു ഉടവലത്തെ ഉദാഹരണമായിരുന്നു തൃശൂർ പൂരവും സുരേഷ് ഗോപിയുടെ എൻട്രിയും പാർലമെന്റിലേക്ക് സുരേഷ് ഗോപി വിജയിച്ചു പോയതും. ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് നയപരമായിട്ടുള്ള അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള ദാരിദ്ര്യം നേരിടുന്ന കാലഘട്ടത്തിൽ CPM-കാർ വളഞ്ഞ വഴിയിലൂടെ അധികാര കേന്ദ്രത്തിലേക്ക് എത്തിക്കുക, കോൺഗ്രസ് മുക്തമായ ഒരു ഭാരതം ഉണ്ടാക്കുക എന്ന നരേന്ദ്രമോദിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യത്തിന് പിണറായി വിജയൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് പുറത്തു പറയാൻ കഴിയുന്ന യഥാർത്ഥമായ ഒരു വസ്തുത. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. CPM-കാരെ കരുതിയിരിക്കണം. അമ്പലങ്ങളിലും പള്ളികളിലും അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ വന്ന് മുദ്രാവാക്യം വിളിക്കേണ്ടുന്നത് പാർട്ടിയുടേതല്ല. ഓരോ ആരാധനാലയങ്ങളിലും അവിടെ ഓരോ കർമ്മങ്ങൾ, അവിടെയുള്ള ഓരോ ശ്ലോകങ്ങളുണ്ട്. അതനുസരിക്കാൻ കഴിയുന്നവർ ആ ആരാധനാലയങ്ങളിൽ പോവുക, അല്ലാത്തവർ വീട്ടിലിരിക്കുക. മുദ്രാവാക്യം വിളിക്കണമെങ്കിൽ പാർട്ടി ഓഫീസിൽ പോയി വിളിക്കട്ടെ, ക്ഷേത്രങ്ങളിൽ പോയി ആരാധന നടത്തട്ടെ, പള്ളികളിലും അമ്പലങ്ങളിലും പോയി ആരാധന നടത്തട്ടെ. ഇവർക്ക് ഇതൊന്നും വേണ്ട. ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മതത്തെയും അമ്പലങ്ങളെയും പള്ളികളെയും ഒക്കെ എതിർത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് കടന്നു വരുന്നത് രാഷ്ട്രീയപരമായ നേട്ടമുണ്ടാക്കുന്നതിന് അമ്പലങ്ങളെയും പള്ളികളെയും സമുദായങ്ങളെയും മതങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം എന്നുള്ളത് മാത്രമാണ്.